കടയിൽ പണിയെടുക്കണമെങ്കിൽ എൻ്റെ ചിന്ത എന്താണെന്നറിയാമോ, ബീഫ് ഓർഡർ ചെയ്തിട്ട് സാധനം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്, ഇനി ഇതും കൂടെ എന്തുണ്ടാക്കും. സാധാരണ ബീഫ് കറിയും വെക്കാറുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ബീഫ് കറി ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ച്. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ, പെരള ഉണ്ടാക്കാമെന്ന് ഓർത്ത്. പെരളനാവുമ്പേ ഫ്രൈ വേണ്ടവർക്ക് കുറച്ച് മുരിച്ചിട്ട് ഫ്രൈ ആക്കിയും കൊടുക്കുക, ബാക്കി പെരളനെന്നും പറഞ്ഞ് കൊടുക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? പെരളൻ ഉണ്ടാക്കാമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ ഞാനോർത്തേ ഇതിങ്ങനെ വെറുതെ പെരളനായാൽ പോലല്ലോ, എന്തെങ്കിലും വെറൈറ്റി പെരളനായാലോ. എന്താണെന്ന് വെച്ചാൽ പെരളന്മാരെ കുറേ നമ്മൾ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ 1-2 പേർക്ക് ചായ കൊടുക്കണതിൻ്റെ ഇടയിൽ മനസ്സിൽ തോന്നിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടാലും ഞെട്ടണ്ട, വേറെ ഒന്നുമല്ല കേട്ടാ, ഇടിച്ചു കുത്തി ബീഫ് പെരളൻ. എങ്ങനെയുണ്ട്? പേര് ഞാനിട്ടതാണ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഊറ്റപ്പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ ഊറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടത് എന്താണെന്നറിയാമോ, ചെറിയ ഉള്ളിയാണ് കേട്ടോ. സവാളയൊന്നും വാരിയിട്ടേക്കല്ലേ, ചെറിയ ഉള്ളി തന്നെ വേണം. എന്തായാലും ടേസ്റ്റ് വേണമെങ്കിൽ ചെറിയ ഉള്ളിക്ക് തന്നെ ആയിരിക്കും ടേസ്റ്റ്. അപ്പോൾ അതേ ഒരു 1/2 കിലോ ചെറിയ ഉള്ളി കഷ്ണിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അങ്ങ് ഇട്ടോ. കഴുകണം കേട്ടോ, കഴുകാണ്ടിരിക്കല്ലേ. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായ വീഡിയോ ഉണ്ടോ, വേറെ ഒന്നുമില്ല കേട്ടോ. ഉള്ളി അരിയണ്ട, തൊലി വിളിച്ചങ്ങോട്ട് കഴുകിയിട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളിയില്ലേ, തൊലി കളയേണ്ട ആവശ്യമില്ല, 2 തൊട കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതും 1 കഷ്ണം ഇഞ്ചിയുടെ തൊലി കളയണം കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് ചതച്ചിട്ടേ അത് നമ്മുടെ ഈ ഒരു ബീഫിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ട, എല്ലാവർക്കും എളുപ്പത്തിലുള്ള പണിയല്ലേ ഞാനിപ്പോൾ പറഞ്ഞ തന്നെ. എന്തൊക്കെ വേഗം ഉണ്ടാക്കിക്കോട്ടെ ബീഫൊക്കെ കിട്ടണമെങ്കിൽ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതെല്ലാം കൂടി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. കുഴച്ചെടുക്കാൻ അതേ നേരം ഒന്നും കുഴക്കേണ്ടതൊന്നും ആവശ്യമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എപ്പോഴും ഞാൻ പറയല്ലേ മസാലയൊക്കെ അങ്ങോട്ട് കയറി പിടിക്കണമെന്ന്, ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം കയറി പിടിക്കാൻ മസാല നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ദേ നമ്മളുടെ ബീഫിൻ്റെ വേവൊക്കെ നിങ്ങൾക്കറിയാലോ. ഇളയ ബീഫാണെങ്കിൽ ഒരു 2 വിസിൽ മതി, മൂത്ത ബീഫാണെങ്കിൽ ഒരു 5-6 എണ്ണം അങ്ങോട്ട് അടിച്ചോ കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, ബീഫൊക്കെ അവിടെ നിന്ന് വേഗേണ്ട ഇടയിൽ നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും പിന്നെ അതേപോലെ കുറച്ച് വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളകിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ എണ്ണയൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നേ വറുത്തെടുക്കാം, കരിഞ്ഞു പോരുത് കേട്ടോ. 2 കിലോ ബീഫിന് ഒരു 100 ഗ്രാത്തോളം ഉണ്ടെന്ന് തോന്നുന്നു വറ്റൽമുളക്. ഉണ്ട്, അത്ര ഉണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടതേ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിക്കുമ്പോഴില്ലേ തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം, അല്ലാതെ ഫൈനായിട്ട് പൊടിഞ്ഞെടുക്കരുത്. കണ്ട, നമ്മുടെ മസാല തയ്യാറാക്കേണ്ട ഇടയിൽ തന്നെ നമ്മുടെ ബീഫിൻ്റെ ചൂടോടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ കറക്റ്റ് വേവും പാവും, പക്ഷെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. ഒന്നും കുഴപ്പമൊന്നുമില്ലാടോ, നമുക്കതിനെ പറ്റിച്ചങ്ങോട്ട് എടുക്കാന്നേ. പിന്നെ ഇതിലധികം മസാലയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബീഫ് പെരളനാണ്. ഇനി ഇതിലേക്കല്ല ഉരുളിയിലേക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ലേശം ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിൽ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കണില്ല. ഈ ഒരു മല്ലിയും മുളകും കറിവേപ്പിലയും കൂടി പൊടിച്ച ആ ഒരു മസാലയില്ലേ, അത് മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ബീഫ് പെരളൻ നമ്മൾ തയ്യാറാക്കണത് കേട്ടോ. ഇതിലിനി മസാല ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ മസാലയ്ക്ക് അങ്ങോട്ട് ഇട്ട് ഉണ്ടാക്കണ ആ ഒരു ബീഫ് പെരളനൊക്കെ അല്ലെന്ന് നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ വീഡിയോ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ. പക്ഷേ ഈ ഒരു ബീഫ് പെരളനല്ലേ മസാലയൊന്നും അധികം ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഇച്ചിരി ചാറൊക്കെ ഉണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് പറ്റിച്ചങ്ങോട്ട് എടുക്കാം കേട്ടോ. മസാലയൊക്കെ ബീഫിൽ പിടിക്കുമ്പോഴേക്കും നമ്മുടെ ചാറും വറ്റി വരണ്ടും ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പണിയൊക്കെ നോക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചിരണ്ടി ഇളക്കി അടി ചേർത്ത് ഇളക്കി കൊടുക്കണോട്ടോ, അല്ലെങ്കിൽ വല്ല കരിഞ്ഞ് പിടിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മുടെ കടയിൽ ബീഫ് ഫ്രൈയും ബീഫ് കറിയും മാത്രം ഉണ്ടാകാറുള്ളൂ, ബീഫ് പെരളനൊന്നും ഉണ്ടാകാറില്ല. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ബീഫ് പെരളൻ എന്നൊക്കെ ഉണ്ടാക്കി കാണിക്കുമല്ലോ നിങ്ങളെയൊക്കെ. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ബീഫ് ഫ്രൈക്ക് പകരം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് നന്നായിട്ട് മൊരിപ്പിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ ബീഫ് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മൾ കഴിക്കുന്ന ആൾക്കാരോട് ചോദിക്കും ബീഫ് കറി ഉണ്ട്, ബീഫ് പെരളനുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. അപ്പം തന്നെ എല്ലാവരും മനസ്സിൽ കിളി മാറും. ഇതൊന്ന് പുതിയായിട്ടുള്ള ബീഫ് പെരളൻ എന്നാ ചേച്ചി ഒരു പ്ലേറ്റ് പോരട്ടെ എന്ന് പറയുമ്പോൾ ഇതിന്ന് കുറച്ച് ചൂടാക്കിയിട്ട് അങ്ങനെ ബീഫ് പെരളനായിട്ടും കൊടുക്കൂടെ. എങ്ങനെയുണ്ട് ട്രിക്ക്? വേറെ ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 2 കാര്യം, ബീഫ് പെരളനാവും ബീഫ് ഫ്രൈയും പറഞ്ഞിട്ടും കിട്ടണില്ല മനുഷ്യന്. പിന്നെ എന്നെപ്പോലെ ഒരു ഹോട്ടലുകാരൊന്നും പറഞ്ഞൊന്നും തരുന്നില്ല ഇത്. പിന്നെ ഞാൻ ഓർത്ത് എന്താണെന്നറിയാമോ, എന്നെപ്പോലെ പാങ്ങളെല്ലാം എല്ലാവരും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇതേപോലെ ഉണ്ടാക്കിക്കോട്ടെ, അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഈ അടിപൊളി തന്നെ ഉണ്ടാവും ടേസ്റ്റിൻ്റെ ഗുണം.
അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടല്ലോ. ഓക്കേ.